കേരളത്തിൽ NCP പിളർന്നു. ഒരു വിഭാഗം നേതാക്കൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്ക്. ജോസഫ് വിഭാഗവുമായി ചർച്ച നടത്തി. പാർട്ടി വിട്ടത് PC ചാക്കോയ്ക്ക് ഒപ്പം നിന്നവർ. ആലപ്പുഴയിൽ അടുത്ത മാസം ലയന സമ്മേളനം. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ദേവൻ ചേരുന്നുണ്ട്. ദേവൻ, ഇത്തരത്തിലുള്ളൊരു നീക്കത്തിലേക്ക് NCP മാറാനുണ്ടായ സാഹചര്യം, അതുപോലെ തന്നെ ഒരു വിഭാഗം നേതാക്കളിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? ലക്ഷ്മി, ഇപ്പോൾ കേരളത്തിൽ NCP ഇപ്പോൾ രണ്ടായി പിളർന്നിരിക്കുകയാണ്. കേരളത്തിൽ ജോസഫ് വിഭാഗത്തിലേക്കാണ് ഇപ്പോൾ NCP പിളർന്ന NCP ഇപ്പോൾ ചേരാനായിട്ട് തീരുമാനമെടുത്തിരിക്കുന്നത്. PC ചാക്കോ വിഭാഗത്തിൽ നിന്നിരുന്ന NCPയുടെ പ്രവർത്തകരാണ് ഇപ്പോൾ NCP വിട്ട് ഇപ്പോൾ കേരള കോൺഗ്രസിലേക്ക് ലയിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഇന്നാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിന് കാരണമായി അവർ പറയുന്ന കാര്യങ്ങൾ ഈ PSC കോഴ വിവാദം അടക്കം പല കാരണങ്ങളും ഇപ്പോൾ ഈ NCP വിട്ട ഗ്രൂപ്പ് ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. റെജി ചെറിയാന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പാണ് ഇപ്പോൾ NCP വിട്ട് ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലേക്ക് ചേരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. UDFിനോട് ചേർന്ന് പ്രവർത്തിക്കാനാണ് ഇപ്പോൾ അവർ തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ നിലവിലെ കുട്ടനാട് MLA തോമസ് കെ തോമസ് അടക്കമുള്ള ഭാഗത്തു നിന്നും ഏകാധിപത്യപരമായ തീരുമാനങ്ങളാണ് ഉണ്ടാകുന്നതെന്നും പാർട്ടിയുടെ പൊതുവായിട്ടുള്ള നയങ്ങൾ ആരും കേൾക്കുന്നില്ല എന്നുമുള്ള വാദങ്ങളാണ് ഇപ്പോൾ ഇവർ ഈ NCP വിട്ട വിഭാഗം ഇപ്പോൾ ഉന്നയിക്കുന്നത്. ആലപ്പുഴയിൽ അടുത്ത മാസം നടക്കുന്ന ലയന സമ്മേളനം നടക്കുന്നതാണ് ഇപ്പോൾ NCP വിഭാഗം ഇപ്പോൾ നമ്മളെ അറിയിക്കുന്നത്. ലക്ഷ്മി. ശരി ദേവൻ, കേരളത്തിൽ NCP പിളർന്നു. ഒരു വിഭാഗം നേതാക്കൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്ക്. ദേവനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.